ഓ നാളേക്ക് നമ്മ പൊരുളെല്ലാം വാങ്ങ പോലാമാ. ആ നീ എപ്പോഴത്തെ പോലെ അടുക്കള കയറി കൂടെ പാചകം അങ്ങ് നിർത്തണം. ഗ്യാസ് തീർന്നാലേ കിട്ടാൻ വലിയ പാടാ. അമ്മാ அப்படினா நம்ம விறகடுப்பு செட் பண்ணலாமா? അത് നമുക്ക് ആലോചിക്കാം. ഹല അടുക്കള ജോലിയൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ മക്കളെ. உனக்கு ஏதாவது வேணுமா? എനിക്ക് ഒരു സാധനം വേണം, പക്ഷെ അത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. കട്ടൻ ചായ തന്നെ ഇങ്ങ കൂടെ ഞാൻ വെക്കറേൻ. ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാന്ന്. വേണോ സിദ്ധു? നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നേ, ഇത് ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മൂമ്മോ, ഓ അമ്മൂമ്മ കഴിഞ്ഞ ദിവസമേ അമ്പലങ്ങളിലൊക്കെ പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു, അതെന്തായി? എന്റെ പൊന്നു മോനെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാ പോകാൻ സമയം? ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീർന്നിട്ട് അമ്പലത്തിൽ പോയിരിക്കുക, അങ്ങനെയാണോ നടന്നതോ? എന്നാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടായ മക്കളെ, പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണ്ടേ? എന്റെ അമ്മൂമ്മ ഇവിടെ പിള്ളേരാരാ? ലച്ചുവോ, കേശുവോ, അമ്മായിയോ? പാറൂസിന്റെ കാര്യമാണേ ഓക്കെ, പാറു ചെറുതാണ്, പക്ഷെ പാറുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഇത്ര പേര് ഇവിടെ ഇല്ലേ? അതൊക്കെ ശരിയാ, എന്നാലും നമ്മുടെ കണ്ണെത്തിയില്ലെങ്കിലേ ശരിയാവത്തില്ല മക്കളെ. എന്റെ അമ്മൂമ്മ അതൊക്കെ അമ്മൂമ്മയുടെ തോന്നലാ. ഇപ്പൊ അമ്മൂമ്മയുടെ കണ്ണൊന്ന് തെറ്റിയാലും ഒരു കുഴപ്പമില്ല, സംഭവിക്കേണ്ടത് സംഭവിക്കും. അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്നാലും എന്നാലും ഇല്ല അമ്മൂമ്മ. അമ്മൂമ്മ ഓ കുറച്ചൊക്കെ അമ്മൂമ്മയ്ക്ക് വേണ്ടിട്ട് ജീവിക്കേ. ഇത്രയും കാലം ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചില്ലേ, ഇനി കുറച്ചൊക്കെ അമ്മൂമ്മയ്ക്ക് വേണ്ടി ജീവിക്കാം അമ്മൂമ്മ. ഓ അതൊന്നും വേണ്ട മക്കളെ. ഇങ്ങനെ പിൻവലിഞ്ഞ് നിൽക്കുന്നതാണ് അമ്മൂമ്മയുടെ കുഴപ്പം. അതൊക്കെ എന്റെ കൂട്ടുകാരന്റെ അമ്മൂമ്മ എന്ത് ചെയ്യാന്നറിയാവോ? അവരിപ്പോ എന്താ ചെയ്യാൻ പറഞ്ഞത് അറിയാവോ? എവറസ്റ്റ് കയറാൻ പോവാ. ഇന്ത്യയിൽ എന്താ കുഴപ്പം? എന്റെ ആന്റി മൈൻഡ് സെറ്റ് വേണം, മനസ്സിലാണ് എല്ലാം ഇരിക്കുന്നത്. അമ്മൂമ്മ, നമ്മൾ ഈ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടേ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് കുറെ മുന്നോട്ടും, പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാനും ഇച്ചിരിയൊക്കെ സമയം കണ്ടെത്തണം. എന്റെ ഒരു അഭിപ്രായത്തിൽ അമ്മൂമ്മയുടെയും കനകാരിയുടെയും ടൈമാണ്. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ മക്കളെ, കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിക്കാന്ന് പറയുന്നേ. സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെ, പക്ഷെ ഇച്ചിരിയൊക്കെ നിനക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മുമ്പ ഒരു സിനിമയ്ക്ക് പോയിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയില്ലയോ? അത് നമ്മളെല്ലാരും കൂടെ നിർബന്ധിച്ചിട്ടല്ലേ അമ്മുമ്മ വന്നത്. അമ്മുമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സിനിമയ്ക്ക് പോയിട്ട് എത്ര നാളായി കാണും? അതിപ്പോ ഒരുപാട് നാളായി. കനകാന്റിയോ? அதுக்கு தலைவர் படமோ தளபதி படமோ வரணும்ல. ശരി, ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയിട്ട് എത്ര നാളായി കാണും? അത് ആലോചിക്കണ്ട, എനിക്കറിയാം കുറെ നാളായെന്നുള്ള കാര്യം. നമ്മളെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് കുറെ സമയം കളയും. പക്ഷേ നമ്മളെ നമുക്ക് വേണ്ടിയിട്ടും കൂടെ ജീവിക്കാൻ പഠിക്കണം. ഒരു കാര്യം ഞാൻ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാം. നിങ്ങളുടെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയണം, ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. ഓക്കെ? കട്ട ചായ റെഡി. എനിക്ക് അരിപ്പ ഒന്ന് എടുത്തു തരൂ. ഓക്കെ, അപ്പം പറയട്ടെ. அம்மா, சித்து வந்து ரொம்ப கருத்தான விஷயம் சொல்லிட்டு போனால. സിദ്ധു പറഞ്ഞതിലും കാര്യമുണ്ടല്ലയോ?